ടെക്ഹാക്വർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്റ്റെയർകേസിൻ്റെ അടിഭാഗം ബ്ലോക്ക് ചെയ്യുന്നു. വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ഉപയോഗിച്ച് ഹൈലം ബോർഡും കൂടി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ വൃത്തിയിലും നല്ല മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന ഒരു രീതി തന്നെയാണിത്. നമ്മൾ സാധാരണ അലൂമിനിയം ഫാബ്രിക്കേഷൻ എല്ലാവരും ഒരു പുച്ഛത്തോടെ കാണില്ല. മരത്തിൽ ചെയ്താലേ നമുക്ക് നമ്മളെ ഒരു ആഡംബരം അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ ആഢ്യത്വം കാണിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് കുറേ ആൾക്കാർ അത് ചെയ്യാതെ ഇൻവേർട്ടറൊക്കെ അതിൻ്റെ അടി പോയി സ്ഥാപിച്ചിട്ടുണ്ടാവും. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ സേഫ് അല്ലാത്ത രീതിയിൽ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ചിലവ് ചുരുക്കിയിട്ട് വൃത്തിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇവിടെ പരിചയപ്പെടുന്നത്. അപ്പോൾ വീഡിയോ ഏതായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. എന്നാൽ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അധികം മുഖവില്ലാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഏണീൻ്റെ അടി ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് ഒരു പൈപ്പ് മുറിച്ചെടുക്കുക എന്നുള്ളത്. നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതും താഴത്തതുമാണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഭാഗം മുറിച്ചെടുത്തിട്ട് സ്പിറ്റ് ലെവൽ വെച്ചിട്ട് താഴേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തിരുന്നുണ്ട്. അപ്പോൾ മാർക്ക് ചെയ്തിരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് കാണുന്നില്ല നിങ്ങൾ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഒഴിവാക്കാൻ വേണ്ടി സ്കേർട്ടിങ്ങിൻ്റെ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയേണ്ടതുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഈ സെക്ഷൻ്റെ തിക്നെസ്സും കൂടി നമ്മൾ കൂട്ടി വെക്കണം. അപ്പോൾ ഇതിലാണ് നമ്മൾ ബോർഡ് വെക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് വീഡിയോ വേറെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ സെക്ഷന് പറയുന്ന പേര് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഭാഗത്താണ്, കണ്ണൂർ ഈ ഒരു ഭാഗത്ത് പറയുന്നത് മലബാർ J² എന്നാണ് പറയുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഫോട്ടോസോ കാര്യങ്ങളോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ചാനലിൻ്റെതോ അല്ലാത്തതോ എന്തെങ്കിലും ഫോട്ടോസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് വന്നിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി. പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് അയച്ചു തരാം. വാട്ടർ മാർക്കുള്ളതാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുശേഷം നമ്മൾ ആ ഒരു എൻഡിലേക്ക് ആവശ്യമായ എല്ലാങ്കിൾ മുറിച്ചെടുക്കുന്നുണ്ട്. എല്ലാങ്കിൾ മുറിച്ചെടുത്തിട്ട് എല്ലാങ്കിളിൽ സ്ക്രൂ ചെയ്തിട്ടാണല്ലോ നമ്മൾ ഈ പൈപ്പൊക്കെ ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലൊരു മാർക്കിംഗ് ഇടുക. എല്ലാങ്കിളിൻ്റെ മുകളിൽ ആദ്യം മാർക്കിംഗ് ഇട്ടതിന് ശേഷം മെഷീൻ്റെ മുകളിലേക്കും കൂടി ആ ഒരു മാർക്കിംഗ് ഇട്ട് വെക്കുക. അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ അടുത്ത ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഫാസ്റ്റായിട്ട് ആ ഒരു മാർക്കിലേക്ക് കൊണ്ടുവച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ അകത്തേക്ക് കയറ്റിയിട്ട് അളവ് കറക്റ്റാണെന്ന് നോക്കുക. അപ്പോൾ രണ്ട് സൈഡിൽ കൂടി ടൈറ്റിൽ ഒരിഞ്ഞ് നീങ്ങത്തിൽ ഈ കാണുമ്പോൾ തന്നെ ആക്കണം. അപ്പോൾ അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്ക്രൂ ചെയ്യുന്ന സമയത്ത് കുറച്ച് ലൂസ് വന്നു പോയാൽ തന്നെ ഇതിൻ്റെ ആ ഗ്യാപ്പ് വരാതെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നേരത്തെ മാർക്ക് ചെയ്ത അളവ് കറക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിനി ആ മാർക്കിലേക്ക് വെച്ചിട്ട് ഈ കാണുമ്പോൾ ആവശ്യമായത് എത്രയാണോ അതങ്ങ് കട്ട് ചെയ്തിടും. ആദ്യത്തെ ആ ഒരൊറ്റ ഒപ്പിൽ തന്നെ എല്ലാം കട്ട് ചെയ്തങ്ങ് ആവശ്യമുള്ളത് അത്രയും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള മെഷീൻ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ വൈസറോ ഗ്ലാസോ എന്തായാലും കരുതണം. ഞാൻ ഇന്ന് എടുക്കാൻ വിട്ടു ഇത് കണ്ടാണ് ഇതിൽ ഉപയോഗിക്കാത്തത്. അപ്പോൾ ഈ കാണുന്ന പോലത്തെ ചെറിയൊരു പീസിൻ്റെ അകത്തേക്ക് കയറ്റിയിട്ടാണ് നമ്മൾ സ്ക്രൂ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പുറമേ വെച്ചിട്ട് നമ്മൾ എല്ലാങ്ങളുടെ ഈ ഒരു ഭാഗം ഇങ്ങനെ അടിമറിച്ച് വെച്ചിട്ട് സ്ക്രൂവിന് വേണ്ടിയിട്ടുള്ള ഹോൾ എടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടെണ്ണത്തിന് എത്രയാണെന്ന് ആവശ്യമുള്ള അത്രയും നമ്മുടെ ആദ്യം തന്നെ ഹോളടിച്ച് വെക്കുക. അതിനുശേഷം ഈ ഒരു പീസ് ഇങ്ങനെ വെച്ച് അകത്തേക്ക് വെച്ചതിന് ശേഷം ഹോളടിച്ച് നമ്മൾ സാധാരണ സ്ക്രൂ തന്നെ വെക്കുന്നത്. അകത്തേക്ക് ചെറിയ ആൾക്കാരിൽ വുഡ് വെക്കലുണ്ട്. നമ്മളിവിടെ വുഡ് വെക്കാതെ താഴേക്ക് പോകുന്ന ഭാഗമായതുകൊണ്ട് തന്നെ ഈർപ്പം തട്ടിയിട്ട് പെട്ടെന്ന് വുഡ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും അത് വുഡ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തുരുമ്പ് പിടിക്കും. വെള്ളം മുകളിലേക്ക് വലിച്ചെടുത്തിട്ട് തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിലും നല്ലത് നമ്മൾ വുഡ് ഇല്ലാതെ ചെയ്യുന്നതിനായിരിക്കും. ഇത് പൗഡർ കോട്ട് വരുന്നതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും അങ്ങനെ മെറ്റൽ പോകില്ല. പിന്നെ എടുത്ത പൈപ്പും കുറച്ച് ഹെവിയാണ്, അപ്പോൾ കുറച്ച് ലൈഫ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന പോലെ കുറച്ചും കൂടി ക്ലോസ് ആക്കി ഞാൻ കാണിച്ചുതരാം. ഈ കാണുന്ന പോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ രണ്ട് എല്ലാങ്ങളും നമ്മൾ മുട്ടി നിൽക്കുന്നത് കണ്ട ആ ഒരു ഗ്യാപ്പിൽ കറക്റ്റ് കിട്ടും. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 1.5x1.5 പൈപ്പാണ്. അപ്പോൾ ഈ സ്ക്രൂ കൂടി ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ താഴത്തെ ഭാഗം എല്ലാം വെച്ച് കംപ്ലീറ്റ് ആയി. അതിന് ശേഷം ഇവിടെ ഒന്ന് വെച്ച് നോക്കിയതിന് ശേഷം നമ്മൾ മുകളിലേത്തതാണ് മുറിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രത്തോളം ഏണിയുടെ മൂലഭാഗം തട്ടുന്നുണ്ടോ അതിങ്ങനെ നോക്കി അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം താവാനുണ്ടോ പൊങ്ങാനുണ്ടോ നോക്കി കോർണറായിട്ട് ഒറ്റൊരു മാർക്ക്. അപ്പോൾ ഞാനിവിടെ സ്ക്രൂ ഉപയോഗിച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഇതുപോലത്തെ ഒരു കല കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള കല കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മെഷീനിൽ മുറിക്കാൻ സുഖമാണ്. അപ്പോൾ അതിനുശേഷം മെഷീൻ എത്രയാണോ ഡിഗ്രി വരുന്നത് ആ ഡിഗ്രി നോക്കിയിട്ട് ഒറ്റ വെപ്പ് ഒരു കട്ടിങ്. അപ്പോൾ ഏകദേശം 31 ഡിഗ്രിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഈ ഡിഗ്രി തന്നെയാണ് നമ്മൾ ഇനി അടുത്തായിട്ട് ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ എല്ലാങ്കിൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാങ്കിൾ രണ്ട് ഭാഗത്തേക്കായിട്ട് റൈറ്റും ലെഫ്റ്റുമായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗം ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു എല്ലാങ്കിളും കൂടി കട്ട് ചെയ്തെടുക്കണം. ആ എല്ലാങ്ങളുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഏകദേശം നമ്മളെ ഒരു പാമ്പിൻ്റെ പല്ലൊക്കെ വരുന്ന പോലെ ഇങ്ങനെ ഒരു കുറച്ച് കൂർത്ത് ഒരു ഭാഗം ചെരിഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ 31 ഡിഗ്രി ഇവിടെ മെഷീനിൽ സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം എല്ലാങ്ങളുടെ ഈ ഒരു ഭാഗം ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് ആ മാർക്കിലേക്കൊന്ന് ടച്ച് ചെയ്ത് വെച്ചിട്ട് എല്ലാങ്ങളുടെ നീളവും കൂടി അങ്ങ് മുറിക്കുക. അപ്പോൾ അത് മുറിച്ച് കഴിഞ്ഞാൽ ഈ കാണും പോലെ ഉണ്ടാവുക. ഒരു ഭാഗം രണ്ട് ഭാഗം ഇങ്ങനെ ഒരു
ചരിഞ്ഞിട്ട് ഒരു ഭാഗം കൂർത്തിട്ടായിട്ടും ഒരു ഭാഗം ചരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം നേരെ ഓപ്പോസിറ്റ് ഡിഗ്രിയിലേക്ക് 31 സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്കുള്ള എല്ലാം കൂടി കട്ട് ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലൊരു കട്ടിങ് എടുക്കുക, അതിന് ശേഷം നീളവും കൂടി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള 4 പീസാണ് നമുക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ ആ 4ഉം ആദ്യമേ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്ക് ഭാഗത്തേക്കായിട്ട് സ്ക്രൂവിനുള്ള ഹോൾ എടുക്കുകയാണ്. അതിന് ശേഷം ഇതിൽ നമുക്ക് പീസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആ ഒരു അളവുണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വർക്കിൽ എക്സ്പീരിയൻസ് ആയി വരുമ്പോൾ ഒരു മനസ്സിലാവുന്ന ഒരു അളവുണ്ട്. ഏകദേശം ഒരു 1 mm വരെ താഴെയുള്ള ഒരളവ്, ഒരു 0.7 mm അങ്ങാറ്റ വരും. ആ ഒരു അളവ് നമ്മൾ ഏകദേശം കണ്ടിട്ട് ഇങ്ങനെ കൈകൊണ്ട് വെച്ച് ഫീൽ ചെയ്തിട്ട് ആണ് ചെയ്യൽ. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം 2 ഭാഗത്തും ആ കാണുന്ന പോലെ ചെയ്യുക. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു പാമ്പിൻ്റെ പല്ല് എന്ന് പറയാനുള്ള ഒരു ഷേപ്പിൻ്റെ ഭാഗം ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇതിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, നമ്മൾ ഈ ഹൈറ്റ് കണക്കാക്കിയിട്ട് പൈപ്പ് ആദ്യം തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഹൈറ്റ് ഇത്രയാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ നമ്മൾ വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അതുകൊണ്ടാണ് ആ ഹൈറ്റ് കണക്കായിട്ട് മുറിച്ചത്. അതിനുശേഷം അതുപോലെ തന്നെ താഴത്തേക്കുള്ളത് മുറിച്ച് അതിലും മുകളിലേക്കായിട്ട് വരുന്ന ഒരു ഭാഗത്തേക്കുള്ള ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് മുറിച്ചിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ആയതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചിട്ടില്ല. നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് വരുന്നതേ ഉള്ളൂ. ചെയ്ത രീതിയെല്ലാം അത് തന്നെയാണ്, അതേ ആംഗിൾ തന്നെയാണ്, 31 ഡിഗ്രി തന്നെയാണ് ഈ ഒരു ഭാഗത്തേക്കുള്ള അളവും വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് വെച്ചതും 31 ഡിഗ്രി തന്നെയാണ്. അപ്പോൾ മോൾ ഭാഗത്തെ അളവ് കിട്ടിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ കേസിലും താഴത്തെ അളവും 31 എത്രയാണോ ഡിഗ്രി കിട്ടിയത് അത് തന്നെ ഉണ്ടാവില്ല. അതിനുശേഷം നമ്മൾ ഡോറിൻ്റെ ഒഴിവ് വെക്കാൻ വേണ്ടി പോയി. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു സ്ക്വയർ പീപ്പിൻ്റെ പീസ് വെച്ച് അതിനുശേഷം അകത്തേക്ക് എല്ലാം വെച്ച് സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കുള്ള ഹൈറ്റ് നമ്മൾ മാർക്ക് ചെയ്തത് സ്പീറ്റ് ലെവൽ വെച്ചതിന് ശേഷം നേരത്തെ നമ്മൾ സ്ക്രൂ കൊണ്ട് മാർക്ക് ചെയ്തത് അതേ രീതിയിൽ തന്നെ മാർക്ക് ചെയ്തത്. അപ്പോൾ ഇത് ഫിക്സ് ചെയ്ത രീതി ഞാൻ അകത്തെ ഫുട്ടേജ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം. അതിനുശേഷം നമ്മൾ ഡോറിൻ്റെ ടോപ്പ് കണക്കാക്കിയിട്ടൊരു ക്രോസ് കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മലബാർ നേരത്തെ പറഞ്ഞ ആ J² ഒരു പീസ് ഉപയോഗിക്കുന്നത്. പൈപ്പിൻ്റെ ലെങ്ത്ത് നമ്മൾ എടുത്തത് കുറഞ്ഞു പോയി. ഇവിടത്തേക്കുള്ള ഫ്രെയിമിൻ്റെ അളവെടുക്കുന്നതിന് മുന്നേ അവിടെ ആയിട്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ ഈ താഴത്തേക്ക് വലിച്ചിറങ്ങിയ ഗ്രൗട്ടെല്ലാം ഒന്ന് വരച്ച് കളയണം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ V ഷേപ്പിലുള്ള ഒരു കട്ടിങ് അവിടെ എടുത്ത് കാണിക്കും. അപ്പോൾ നമ്മൾ സിലിക്കോൺ ഇട്ട് കഴിഞ്ഞാലും ഒരു കട്ടിയിൽ സിലിക്കോൺ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നതാണെങ്കിൽ ഒരു ചെറിയൊരു ഭാഗമേ കാണാനുണ്ടാവും, ഒരു 1 mm അല്ലെങ്കിൽ ഒരു 2 mm കൂടി വന്ന് അത്രേ കാണാനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഭാഗവും നമ്മളൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്, എല്ലാ സ്റ്റെപ്പിൻ്റെയും അടിഭാഗം ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ഡോറിൻ്റെ അളവെടുത്ത് ആദ്യം തന്നെ ആ ഒരു സൈഡിലുള്ള 4 ഇഞ്ചാണ് ബ്ലോക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 4 ഇഞ്ച് ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് കോർണറിൻ്റെ അകത്ത് ടച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു ചെറിയൊരു അളവായതുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാലും ഞാനൊന്ന് കാണിച്ചു തന്നുള്ളൂ. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് കാര്യം മനസ്സിലാവണമെങ്കിൽ ഇങ്ങനെ ചെയ്താലല്ലേ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് മാത്രം ഒന്ന് ഉൾപ്പെടുത്തിയതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ആക്കിയെടുക്കുക. ഹൈറ്റിൽ 3 mm വിടുത്തൊന്നും കുറക്കാതെയാണ് നമ്മൾ ഫ്രെയിം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ 45 ഡിഗ്രി ചരിച്ച് വെച്ച് സാധാരണ കട്ടിങ് ആയതുകൊണ്ട് ഞാൻ കട്ടിങ് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ അതിലേക്ക് ആവശ്യമായ ഹൈലം ബോർഡ് കട്ട് ചെയ്തെടുക്കുന്നത് 2.5 mm ഹൈലം ബോർഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഫിനിഷിങ്ങും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗം വരുന്നത് സ്ട്രക്ചർ ടൈപ്പാണ് വരുന്നത്. അപ്പോൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീൻ എന്ന് പറയുന്നത് നമ്മളെ ആംഗിൾ ഗ്രൈൻഡറിൻ്റെ മുകളിൽ ടൈൽ കട്ടറിൻ്റെ ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അധികം പൊടി ഉണ്ടാവില്ല, അതുപോലെ തന്നെ കുറച്ച് കട്ടിങ് എളുപ്പവും കൂടിയാണ്. അപ്പോൾ ആ ഒരു ബോർഡ് നമ്മളതിൽ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു അളവിലേക്ക് വെച്ച് നോക്കിയാണ്. അപ്പോൾ കറക്റ്റ് നമ്മൾ ആ ഒരു അളവ് കറക്റ്റ് ഒഴിവാക്കാതെ തന്നെ വെച്ചത് കൊണ്ട് തന്നെ ഗ്യാപ്പൊന്നും ഇല്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ആ അകത്ത് നേരത്തെ ഉണ്ടാക്കി വെച്ച ഫ്രെയിം സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ ടൈല് വെക്കുന്ന സമയത്ത് ആ ഹൈറ്റ് പുറത്തേക്ക് വെക്കുമ്പോൾ നമ്മൾ ആ ഒരു എന്താ പറയുക ഒരു കോർണർ അത് വർക്ക് ചെയ്യുന്ന സമയത്തേക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഓരോ ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിന് ശേഷം ലെവൽ ചെയ്ത് മുകളിലത്തെ ഭാഗത്തേക്ക് ചിലപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടാവും. ആ അഡ്ജസ്റ്റ്മെൻറ്റെല്ലാം ചെയ്ത് ലെവലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. അപ്പോൾ അതിന് ശേഷം പിന്നെ താഴ്ന്ന് മുകളിലോട്ടേക്കായിട്ട് ഓരോ ഫ്രെയിമായിട്ട് ഈ കാണും പോലെ ഉണ്ടാക്കി ഓരോന്നായിട്ട് ഉണ്ടാക്കി വരിക. അപ്പോൾ ബോർഡ് ആദ്യമേ കട്ട് ചെയ്യാൻ പാടില്ല ഒരു കാരണവശാലും. അവസാനത്തെ ഫ്രെയിമും കൂടി ആയി ഡോറിൻ്റെ കൂടി ആയതിനു ശേഷം ബോർഡ് കട്ട് ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ചില ഭാഗത്ത് അടിഭാഗത്ത് ടൈലിന് ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ ഒരു ഭാഗം ചരിഞ്ഞ് നിൽക്കും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവസാനത്തെ ഫ്രെയിമും കൂടി നമ്മളൊന്ന് സെറ്റ് ചെയ്ത് ഫിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് വെച്ചിട്ട് ആംഗിളെല്ലാം ഓക്കെ ആണോ അല്ലെങ്കിൽ ഗ്യാപ്പ് ഉണ്ടോ എന്നുള്ളതൊന്ന് പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം നമ്മൾ ഫിക്സ് ചെയ്യലുള്ളൂ. ഫ്രെയിമിൻ്റെ വർക്ക് പൂർത്തിയായി. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഈ സ്ട്രക്ചറുള്ള ഭാഗം പുറമേ വരുന്ന അളവിൽ ബോർഡെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ അതിന് ശേഷം ഓരോ ഫ്രെയിമായിട്ട് അയച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കയറ്റി ആവശ്യമായ സ്ക്രൂ ചെയ്ത് അവിടെ ഫിക്സ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഡോർ ഇട്ടതിന് ശേഷം ഇത് ഫിക്സ് ചെയ്യുന്നത് നമ്മൾ എല്ലാ ആംഗിളും ഉപയോഗിച്ചിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. ഈ കാണുന്ന പോലെ പുറത്തുനിന്ന് ലെവൽ ചെയ്ത് സപ്പോർട്ട് ചെയ്തതിന് ശേഷം അകത്ത് ഒരു സ്ക്രൂ വെച്ചിട്ട് എല്ലാ ആംഗിളും ഫിറ്റ് ചെയ്ത് പിടിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഡോറിൻ്റെ ഫ്രെയിമിലേക്കാണ് എല്ലാ ആംഗിളും ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അകലം നോക്കാനുണ്ടെങ്കിൽ പുറത്തേക്ക് താഴ്ഭാഗം ചിലപ്പോൾ പോകാനുണ്ടാവും ലെവൽ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ താഴ്ഭാഗം പുറത്തേക്ക് പോകാനുണ്ടെങ്കിൽ പുറത്തേക്ക് ആക്കി വെച്ചതിന് ശേഷം അങ്ങനെ തന്നെ താഴേക്ക് സ്ക്രൂ ചെയ്ത് അവിടെ ഫിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് താഴ്ന്ന് മുകളിലോട്ടേക്ക് ചെയ്ത് വരിക. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഹാൻഡ് സെക്ഷൻ വെച്ച് ഡോറും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഹിഞ്ചസിന് ആവശ്യമായ 42 mm ഹോൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓട്ടോ ക്ലോസ് ഹിഞ്ചസാണ് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഹോളിലേക്ക് ഹിഞ്ചസിൻ്റെ ഈ ഒരു ഭാഗം ഡൂമ് പോലെ വരുന്ന ഈ ഒരു ഭാഗം കയറ്റി ഈ കാണുന്ന ഹോളിലേക്ക് ബ്ലൈൻഡ് റിവറ്റ് അടിക്കാൻ വേണ്ടി പോയി. 180 ഡയമീറ്റർ 3/4 ഇഞ്ച് നീളമുള്ള ബ്ലൈൻഡ് റിവറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ട് 180 ഡയമീറ്ററുള്ള ബിറ്റ് ഉപയോഗിച്ചിട്ട് ഡ്രിൽ ചെയ്യുക. അപ്പോൾ അതിന് ശേഷം റിവറ്റ് കണ്ണ് ഉപയോഗിച്ച് സാധാരണ പോലെ തന്നെ റിവറ്റ് ബ്രേക്ക് ചെയ്യുക. അപ്പോൾ റിവറ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം പ്രസ് ചെയ്ത് പിടിച്ചിട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹിഞ്ചസിൻ്റെ ലൂസ് ഇല്ലാതെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. താഴേക്ക് ഇങ്ങനെ കൈകൊണ്ട് അമർത്തി അതിന് ശേഷം മാത്രം റിവറ്റ് പൊട്ടിച്ചെടുക്കുക. അല്ലാതെ കുറച്ച് ലൂസിൽ വെച്ചിട്ട് റിവറ്റിൻ്റെ പിടി 2 കൈ കൊണ്ട് പിടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ ശരിക്കും എന്തെങ്കിലും ക്ലോസ് ആയി നിൽക്കില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഷെയ്ക്കാവുന്നത് കുറയും, അതുപോലെ തന്നെ തൂങ്ങുന്നതും കുറയും. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടും ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ഡോർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോയെന്ന് അതിന് മുന്നോടിയായിട്ട് തന്നെ നമ്മൾ അകത്തെങ്ങനെയാണ് ഉള്ളതെന്നുള്ളത് ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ഭാഗമെല്ലാം എല്ലാ ആംഗിളും വെച്ചിട്ട് തന്നെയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മലബാർ J² നമ്മൾ ക്രോസ് ഇട്ട് എന്ന് പറഞ്ഞില്ലേ, ഡോറിൻ്റെ ടോപ്പ് വരുന്ന ഒരു ഭാഗത്ത്, അത് ഫിക്സ് ചെയ്തതും എല്ലാ ആംഗിളും ഉപയോഗിച്ചിട്ട് പുറമേ വെച്ചിട്ടാണ്, അകത്ത് വെച്ചിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് അകത്തേക്ക് വരുന്ന ഭാഗമായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. സാധാരണ പുറമേ കാണുന്ന ഒരു ഭാഗം ഇങ്ങനെ ചെയ്യില്ല, ഈ കാണുമ്പോൾ ചെയ്തിട്ടുള്ളത്. അതിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ഭാഗവും അതുപോലെ തന്നെ എല്ലാ ആംഗിളും വെച്ചിട്ടാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡോർ ഫിറ്റ് ചെയ്യാൻ നമുക്കൊന്ന് ഫാസ്റ്റായിട്ട് കാണാം. അതിനുശേഷം നമ്മൾ ഡോർ അടച്ച് ആ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓട്ടോ ക്ലോസിൻ്റെ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഗ്യാപ്പ് എത്രത്തോളം കുറക്കാൻ പറ്റുമോ അത്രത്തോളം കുറച്ചിട്ട് ഈ കാണുമ്പോൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തുറക്കാനോ അടക്കാനുള്ള ആ ഒരു പ്ലേ മാത്രമേ നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം ഒന്ന് നമുക്ക് തുറന്ന് കാണിച്ചു തരാം. ഈ കാണുമ്പോൾ കറക്റ്റ് എവിടെ വരാണ്ട് തന്നെ അകത്തേക്ക് പോയി കിട്ടും, കണ്ട ഫ്രീ ആയിട്ട് പോയി കിട്ടും. അപ്പോൾ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ ഫ്രെയിം ഫിറ്റിംഗ് കംപ്ലീറ്റ് ആയി. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ അകത്തുള്ള ഈ ഒരു ഭാഗത്ത് ജോയിൻറ്റ് വരുന്നിടത്തെല്ലാം ബ്ലാക്ക് സിലിക്കോൺ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അകത്ത് നോക്കുന്ന സമയത്ത് ചെറിയൊരു വെളിച്ചം ഇങ്ങനെ കാണാനുണ്ടാവും. അത് പുറമേ നിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ കാണില്ല, അകത്തുനിന്ന് പുറമേ നോക്കുമ്പോൾ സമയത്താണ് കാണും. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ ശരിക്കും ക്ലിയറായിട്ട് സിലിക്കോൺ അടിച്ച് ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വർക്ക് കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് തട്ടടിക്കുന്നുണ്ട്. അപ്പോൾ മൾട്ടി പാനൽ ഉപയോഗിച്ച് എല്ലാ ആംഗിളും വെച്ചിട്ട് തട്ടടിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ എല്ലാ ആംഗിളിൻ്റെ ഒരു ഫ്രെയിമിങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 1.5x1 വരുന്ന എല്ലാ ആംഗിളും ഉപയോഗിച്ചിട്ടാണ് ഈ ഫ്രെയിം ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാ ആംഗിൾ ഫിക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെല്ലാം കാണിച്ച പെരിമീറ്റർ ഫിക്സ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ 5-ൻ്റെ വാൾ പ്ലഗ് വെച്ചിട്ട് നമ്മൾ ഫിക്സ് ചെയ്തത്. അതിനുശേഷം ഓരോ മൾട്ടി പാനലായിട്ട് കട്ട് ചെയ്തെടുത്ത് ഗ്രൂവിലേക്ക് കറക്റ്റായിട്ട് കയറ്റി ഈ താഴെ ഭാഗത്തേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. ഗമ്മോ അല്ലെങ്കിൽ സ്ക്രൂവോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. എപ്പോഴെങ്കിലും അയച്ചെടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് അയച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മുകളിൽ നിന്ന് വന്ന് ലോഡാവുന്നത് കൊണ്ട് ഇതിന് പ്രത്യേകിച്ച് സ്ക്രൂ ഒന്നും ആവശ്യമില്ല, താഴോട്ടേക്കെല്ലാം എന്തായാലും വെയിറ്റ് വരും. അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു ബ്ലോക്ക് ചെയ്യുന്ന ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, സുഹൃത്തുക്കൾക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ വാല്യുബിളായ നിങ്ങളെ കമൻറ്റ് ഇതിൽ എഴുതിയിടണം. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.